ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC വിന്നിംഗ് ഷോട്ട്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഒരു മുൻവർഷ ചോദ്യ പേപ്പറാണ് ചെയ്യാൻ പോകുന്നതെന്ന്. അപ്പോൾ LDC എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ക്ലാസ്സിലേക്ക് ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ചോദ്യം: ആദ്യമായി ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ച യൂറോപ്യൻ രാജ്യം? ഓപ്ഷൻ എ പോർച്ചുഗീസ് ആണ് ആൻസർ കേട്ടോ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല ഏതാണ്? ഇടുക്കിയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ലയാണ് ഇടുക്കി, ഓർത്തിരിക്കുക. ആദ്യമായി മലയാളം നിഘണ്ടു സമാഹരിച്ച് തയ്യാറാക്കിയത് ആരാണ്? ഹെർമൻ ഗുണ്ടർട്ടാണ് കേട്ടോ. ആദ്യമായി മലയാളം നിഘണ്ടു സമാഹരിച്ച് തയ്യാറാക്കിയതാരാണ്? ഹെർമൻ ഗുണ്ടർട്ടാണ്. അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യം: ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഗവർണർ ജനറൽ ആരായിരുന്നു? കാനിങ് പ്രഭുവാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഗവർണർ ജനറൽ ആരായിരുന്നു? കാനിങ് പ്രഭുവായിരുന്നു. ഏറ്റവും കൂടുതൽ സജീവ അഗ്നിപർവ്വതങ്ങളുള്ളത് ഏത് സമുദ്രത്തിലാണ്? പസഫിക് സമുദ്രത്തിലാണെന്ന് ഓർത്തിരിക്കുക. ഏറ്റവും കൂടുതൽ സജീവ അഗ്നിപർവ്വതങ്ങളുള്ളത് ഏത് സമുദ്രത്തിലാണ്? പസഫിക് സമുദ്രത്തിലാണ്. ആറാമത് ചോദ്യം: പെട്രോഗ്രാഡിലെ തൊഴിലാളികൾ വിന്റർ പാലസിലേക്ക് നടത്തിയ മാർച്ചിന് നേരെ പട്ടാളക്കാർ വെടിയുതിർക്കുകയും 100-ലധികം കർഷകരും തൊഴിലാളികളും കൊല്ലപ്പെടുകയും ചെയ്തു. സംഭവത്തിൻ്റെ പേര് എന്ത്? ബ്ലഡി സൺഡേ കേട്ടോ. ബ്ലഡി സൺഡേ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഏഴാമത് ചോദ്യം: ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും വേർതിരിക്കുന്ന അന്തരീക്ഷ പാളി ഏത്? ഏതാണ്? ട്രോപ്പോപാസ് കേട്ടോ. ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും വേർതിരിക്കുന്ന അന്തരീക്ഷ പാളി ഏതാണ്? ട്രോപ്പോപാസ് ആണ്. താഴെ പറയുന്ന തുറമുഖങ്ങളിൽ ഏതാണ് ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്നത്? ഏതാണ്? പാരദ്വീപാണ് കേട്ടോ. പാരദ്വീപ്. ഓക്കെ. 9ാമത് ചോദ്യം: താഴെ പറയുന്നവയിൽ ആഗോളതാപനത്തിന് കാരണമാകുന്ന മുഖ്യ വാതകം ഏത്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കേട്ടോ. ഈ കൊടുത്തിരിക്കുന്നതിൽ കാർബൺ ഡൈ ഓക്സൈഡ്. മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ആചാര്യൻ എന്നറിയപ്പെടുന്നവരാണ്. രാഷ്ട്രീയ ആചാര്യനാണ് ഗോപാലകൃഷ്ണ ഗോഖലെയാണ് കേട്ടോ. ഗോപാലകൃഷ്ണ ഗോഖലെ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അംഗസംഖ്യ അധ്യക്ഷനും 2 അംഗങ്ങളുമാണ് കേട്ടോ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അംഗസംഖ്യ എങ്ങനെയാണ്? അധ്യക്ഷനും 2 അംഗങ്ങളും. ഓപ്ഷൻ സി ആണ് ആൻസർ. 12ാമത്: ഗവൺമെന്റിന്റെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ആരിലൂടെയാണ്? ഉദ്യോഗസ്ഥ വൃന്ദം. ഓപ്ഷൻ എ ആണ് ആൻസർ. 13ാമത് ചോദ്യം: ഇ ഗവേണൻസ് എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്ത്? അതാണ് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗമാണ് ഇ ഗവേണൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 14ാമത് ചോദ്യം: വോട്ടെടുപ്പ് ആരംഭിക്കുന്നതിന് എത്ര മണിക്കൂർ മുമ്പ് പ്രചാരണ പരിപാടികൾ അവസാനിപ്പിക്കണം? എത്ര മണിക്കൂർ മുമ്പാണ്? 36 മണിക്കൂർ മുമ്പാണ് കേട്ടോ. 36 മണിക്കൂറാണ്. വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ നൽകുന്നതിൽ കാലതാമസമുണ്ടായാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ ഓരോ ദിവസവും കൊടുക്കേണ്ട പിഴത്തുക എത്രയാണ്? ഓരോ ദിവസവും 250 രൂപ പിഴത്തുക കൊടുക്കേണ്ടി വരും. 16ാമത് ചോദ്യം: ഇന്ത്യൻ ഭരണഘടനയിലെ സമത്വം എന്ന ആശയം ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്നാണ് സ്വീകരിച്ചത്? എവിടെ നിന്നാണ്? ഫ്രാൻസ്. ഓപ്ഷൻ എ ആണ് ആൻസർ. 17ാമത് ചോദ്യം: ഇന്ത്യൻ ഭരണഘടനയിൽ നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ ലക്ഷ്യം എന്താണ്? എന്താണ് നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ലക്ഷ്യം? ക്ഷേമരാഷ്ട്രമാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 18ാമത് ചോദ്യം: ഒരു ബില്ല് ധനകാര്യ ബിൽ ആണോ എന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് ആരാണ്? സ്പീക്കറാണ് കേട്ടോ. സ്പീക്കറാണ്. ഒരു ബില്ല് അവതരിപ്പിച്ച് കഴിയുമ്പോൾ സ്പീക്കറാണ് തീരുമാനിക്കുന്നത് ധനകാര്യ ബില്ലാണെന്ന് ഒക്കെ തീരുമാനിക്കുന്നത് കേട്ടോ. 19: പാർലമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങൾ ഭരണഘടന അനുസരിച്ചുള്ളതാണോ എന്ന് പരിശോധിക്കാനുള്ള സംവിധാനമാണ് ജുഡീഷ്യൽ റിവ്യൂ കേട്ടോ. ഓപ്ഷൻ ബി കേട്ടോ. ജുഡീഷ്യൽ റിവ്യൂ. പാർലമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങൾ ഭരണഘടന അനുസരിച്ചുള്ളതാണോ എന്ന് പരിശോധിക്കാനുള്ള സംവിധാനം ഏതാണ്? ജുഡീഷ്യൽ റിവ്യൂ ആണ്. 20ാമത്തെ ചോദ്യം: കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയത്തിൽ കേന്ദ്രവും സംസ്ഥാനവും നിയമം നിർമ്മിച്ചാൽ കേന്ദ്ര നിയമം മാത്രം സാധുതയുള്ളതാകും. അതാണ് സംഭവം. അപ്പോൾ കൺകറന്റ് ലിസ്റ്റിലുള്ള ഏതെങ്കിലും ഒരു വിഷയത്തിൽ കേന്ദ്രവും സംസ്ഥാനവും നിയമം നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിയമം ആകുന്നത് ഏതായിരിക്കും? കേന്ദ്രം നിയമം മാത്രമായിരിക്കും സാധുതയുള്ളതാകുന്നത് കേട്ടോ. കേന്ദ്രം നിർമ്മിക്കുന്ന നിയമത്തിനായിരിക്കും സാധുത കൊടുക്കുന്നത്. അപ്പോൾ 21ാമത് ചോദ്യം: താഴെ പറയുന്നവയിൽ പ്രത്യക്ഷ നികുതിയിൽ ഉൾപ്പെടുന്നത് ഏതാണ്? ഇവിടെ കൊടുത്തിട്ടുണ്ട്: വരുമാന നികുതി, വിൽപ്പന നികുതി, സേവന നികുതി, കസ്റ്റംസ് തീരുവ. ഏതാണ് താഴെ പറയുന്ന പ്രത്യക്ഷ നികുതി? വരുമാന നികുതിയാണ് കേട്ടോ. വരുമാന നികുതിയാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. 22ാമത് ചോദ്യം: ഗവൺമെൻറ്റിൻ്റെ വാർഷിക ധനകാര്യ പ്രസ്താവന എന്നറിയപ്പെടുന്നത്
ബജറ്റാണ്. ഓപ്ഷൻ സി ആണ് കേട്ടോ. ഗവൺമെൻറ് വാർഷിക ധനകാര്യ പ്രസ്താവന എന്നറിയപ്പെടുന്നത് എന്താണ്? ബജറ്റ്. ഇന്ത്യയുടെ ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം 1951. ഇന്ത്യയുടെ ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം എന്നാണ് 1951. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം അറിയാം, സിമ്പിളാണ്, മുംബൈ കേട്ടോ. മുംബൈ. ഓപ്ഷൻ ബി ആണ് ആൻസർ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? സ്റ്റേപ്പീസ് ആണ് കേട്ടോ. സ്റ്റേപ്പീസ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 27ാമത് ചോദ്യം. വിറ്റമിൻ സിയുടെ കുറവ് മൂലമുണ്ടാകുന്ന അപര്യാപ്തത രോഗം ഏതാണ്? നമുക്കറിയാം വിറ്റമിൻ സി, സ്കർവി അല്ലേ. സ്കർവി എന്നറിയപ്പെടുന്നത് വിറ്റമിൻ സിയുടെ കുറവ് മൂലമുണ്ടാകുന്ന അസുഖമാണ്. DDT പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിക്കുന്ന സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകം എഴുതിയത് ആരാണ്? റേച്ചൽ കേഴ്സൺ ആണ്. അറിയാം, ഒരുപാട് പ്രാവശ്യം PSC ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. സൈലന്റ് സ്പ്രിംഗ് ആരുടെ പുസ്തകമാണെന്നുള്ളത്? റേച്ചൽ കേഴ്സൺ കേട്ടോ. ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരമാണ് കേട്ടോ. തിരുവനന്തപുരം. ഇൻസിറ്റു കൺസർവേഷൻ രീതിയിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് കേട്ടോ. ഇൻസിറ്റു കൺസർവേഷൻ രീതിയിൽ ഉൾപ്പെടാത്തത് ഏത്? സുവോളജിക്കൽ ഗാർഡൻ ആണ് കേട്ടോ. ഇൻസിറ്റു കൺസർവേഷൻ രീതിയിൽ ഉൾപ്പെടാത്ത ഏതാണ്? സുവോളജിക്കൽ ഗാർഡൻ ആണ്. 31ാമത് ചോദ്യം. വാഹനങ്ങളിലും യന്ത്രങ്ങളിലുമുള്ള ബ്രേക്കുകൾ പ്രവർത്തിക്കുന്നത് ഡാഷ് മൂലമാണ്. എന്താണ്? നിരങ്ങൽ കർഷണം കേട്ടോ. വാഹനങ്ങളിലും യന്ത്രങ്ങളിലുമുള്ള ബ്രേക്കുകൾ പ്രവർത്തിക്കുന്നത് ഡാഷ് മൂലമാണ്. നിരങ്ങൽ കർഷണമാണ് ആൻസർ. ഓപ്ഷൻ ബി ആണ് ആൻസർ. 32ാമത് ചോദ്യം. സംഗീതത്തിലെ സപ്തസ്വരങ്ങളായ സ, രി, ഗ, മ, പ, ദ, നി എന്നിവയിൽ ആവൃത്തി ഏറ്റവും കൂടിയ സ്വരം ഏത്? നീക്കാണ് കേട്ടോ. ആവൃത്തി ഏറ്റവും കൂടിയ സ്വരം ഏതാണ്? നീ. പ്രതീക്ഷിക്കാത്തൊരു ചോദ്യമാണത്, അപ്പോൾ ഓർത്തിരിക്കുക. നീ ആൻസർ. അതൊക്കെ ഇനി റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുകയും ചെയ്യാം. വജ്രത്തിൻ്റെ പ്രാധാന്യം അതിൻ്റെ തിളക്കത്തിലാണ്. ഈ തിളക്കത്തിന് കാരണം എന്താണ്? പൂർണ്ണാന്തരിക പ്രതിഫലനമാണ് കേട്ടോ. പൂർണ്ണാന്തരിക പ്രതിഫലനമാണ്. വജ്രത്തിൻ്റെ പ്രാധാന്യം അതിൻ്റെ തിളക്കത്തിലാണ്. ഈ തിളക്കത്തിൻ്റെ കാരണം എന്താണ്? പൂർണ്ണാന്തരിക പ്രതിഫലനമാണെന്ന് ഓർത്തിരിക്കുക. 34ാമത് ചോദ്യം. ക്ഷതം, മുറിവ്, അൾസർ, തൊലിപ്പുറത്തുള്ള അസുഖങ്ങൾ എന്നിവയ്ക്ക് ജീവകോശങ്ങളിൽ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് ആൻറ്റിസെപ്റ്റിക്. ക്ഷതം, മുറിവ്, അൾസർ, തൊലിപ്പുറത്തുള്ള അസുഖങ്ങൾ എന്നിവയ്ക്ക് ജീവകോശങ്ങളിൽ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് ആൻറ്റിസെപ്റ്റിക്. അടുത്ത ചോദ്യം. കടൽ ജലത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ലോഹം ഏതാണ്? മഗ്നീഷ്യം കേട്ടോ. കടൽ ജലത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ലോഹം ഏതാണ്? മഗ്നീഷ്യമാണ്. അടുത്ത ചോദ്യം. താഴെ പറയുന്നവയിൽ വെബ് ബ്രൗസർ അല്ലാത്തത് ഏതാണ്? ഡ്രീം വീവർ കേട്ടോ. വെബ് ബ്രൗസർ അല്ലാത്തത് ഏതാണ്? ഡ്രീം വീവറാണ്. ബാക്കിയെല്ലാം എന്താണ്? വെബ് ബ്രൗസറാണ്. കൂട്ടത്തിൽ പെടാത്തത് ഏതെന്നാണ്? സ്കാനർ ഉണ്ട്, ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ ഉണ്ട്, ബാർകോഡ് റീഡർ ഉണ്ട്, പ്ലോട്ടർ ഉണ്ട് കേട്ടോ. ഏതാണ്? പ്ലോട്ടറാണ് കേട്ടോ. ബാക്കിയെല്ലാം എന്താണ്? ഇൻപുട്ട് ഡിവൈസുകളാണ്. പാസ്വേഡ് വിവരങ്ങൾ, ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ തുടങ്ങിയ അതീവ സുരക്ഷാ വ്യക്തിഗത വിവരങ്ങൾ വ്യാജമാർഗത്തിലൂടെ വ്യക്തികളെ തെറ്റിദ്ധരിപ്പിച്ച് ചോർത്തിയെടുക്കുന്ന ഒരുതരം തട്ടിപ്പാണ് എന്തെന്ന് അറിയപ്പെടുന്നത്? ഫിഷിംഗ്. ഓപ്ഷൻ എ ഫിഷിംഗ്. ഒരു മുറിക്കുള്ളിലെ കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന സംവിധാനം ഏതാണ്? ലാൻ എന്നറിയപ്പെടുന്നു. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് കേട്ടോ. ഒരു മുറിക്കുള്ളിലെ കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന സംവിധാനമാണിത്, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. 40ാമത് ചോദ്യം. കമ്പ്യൂട്ടറിൻ്റെ വിവിധ ഭാഗങ്ങൾ തമ്മിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് ഏതാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്ഷൻ സി ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. 41ാമത് ചോദ്യം. സഞ്ജയ എന്ന വെബ് ആപ്ലിക്കേഷനിലൂടെ ലഭ്യമാകുന്ന ഓൺലൈൻ സംവിധാനം ഏതാണ്? സഞ്ജയ കെട്ടിട നികുതി അടയ്ക്കലാണ് കേട്ടോ. സഞ്ജയ കെട്ടിട നികുതി അടയ്ക്കലാണ്. താഴെ കൊടുത്തിരിക്കുന്ന രണ്ട് പട്ടികകളിലെ വിവരങ്ങളെ ചേരുംപടി ചേർക്കാനാണ് കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തത് ഏതുമായിട്ട് ചേരുന്നു? ഒന്നാമത്തത് സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ. കോവാക്സ് നിർമ്മിച്ചതാണ് സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയാണ്. കോർബെവാക്സ് നിർമ്മിച്ചത് ബയോളജിക്കൽ ലിമിറ്റഡ് ആണ്. കോവാക്സിൻ നിർമ്മിച്ചത് ഭാരത് ബയോടെക് ആണ്. ജാംകോവാക് 90 നിർമ്മിച്ചത് ജെന്നോവ ബയോ ഫാർമസ്യൂട്ടിക്കൽസ്. അപ്പോൾ 42ാമതിന് ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ വരുന്നത്. ഓപ്ഷൻ സി. 43. താഴെ പറയുന്നവയിൽ ലിസ ചാനലുമായി ബന്ധപ്പെട്ട് ശരിയായവ ഏതെല്ലാമെന്നാണ് ചോദിച്ചത്. ലിസ ചാനലുമായി കേട്ടോ. 2021 ലോക ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുത്തു. 1994 ഫാൽക്കെ അവാർഡ് നേടി. കേരളത്തിൻ്റെ 26ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം നേടി. 2021 മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ബാലൻ ദിയോർ പുരസ്കാരം നേടി. ഇതിൽ
മൂന്നാമത്തെ മാത്രമാണ് ശരി കേട്ടോ, മൂന്നാമത്തെ മാത്രമാണ് ശരി. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ കേട്ടോ. കേരളത്തിൽ ആദ്യമായി COVID-19 വകഭേദമായ ഒമിക്രോൺ സ്ഥിരീകരിച്ച ജില്ല ഏതാണ്? എറണാകുളമാണ് കേട്ടോ. ഒമിക്രോൺ സ്ഥിരീകരിച്ച ജില്ല എറണാകുളം. 29ാമത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച മലയാളി ആരാണ്? പി വത്സല കേട്ടോ. 29ാമത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച ആർക്കാണ്? പി വത്സല. താഴെ പറയുന്നവയിൽ കാനായി കുഞ്ഞിരാമനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? കാനായി കുഞ്ഞിരാമനുമായി ബന്ധപ്പെട്ടാണ്. കേരളീയ വാസ്തുശില്പി, കണ്ണൂർ ജില്ലയിലെ കാനായി ഗ്രാമത്തിൽ ജനനം. KCS പണിക്കർ, ധനപാലൻ എന്നിവരുടെ ശിഷ്യൻ. രാജാ രവിവർമ്മ അവാർഡ്, തിക്കുറിശി അവാർഡ് എന്നിവ നേടി. ചെന്നൈയിലെ ഗവൺമെൻറ് ഫൈൻ ആർട്സ് കോളേജ്, ലണ്ടനിലെ സ്ലൈഡ് സ്കൂൾ ഓഫ് ഫൈൻ ആർട്സ് എന്നിവിടങ്ങളിൽ പഠനവും പരിശീലനവും നടത്തി. ഇതിൽ 2, 3, 4 ഇത്രയും ശരിയായ പ്രസ്താവനകളാണ് കേട്ടോ. 2, 3, 4 എന്നീ പ്രസ്താവന. ഒന്നാമത്തേതാണ് തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ കേട്ടോ. എൻ്റെ 47ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ കഥകളിയുമായി ബന്ധമില്ലാത്തവ ഏത്? തോടയം, ആട്ടവിളക്ക്, അഞ്ചടി, ഏകലോചനം. മൂന്നാമത്തിലെ അഞ്ചടിയിലെ അത് കഥകളിയുമായി ബന്ധമില്ലാത്തതാണ് കേട്ടോ, അഞ്ചടി. ഓപ്ഷൻ സി ആണ് അതിൻ്റെ ആൻസർ. 48ാമത്. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡികൾ ഏത്? ഡേവിസ് കപ്പുണ്ട്, പ്രുഡൻഷ്യൽ വേൾഡ് കപ്പുണ്ട്, സുൽത്താൻ അസ്ലാൻ ഷാ കപ്പുണ്ട്, വാക്കർ കപ്പുണ്ട്. ഇതാണ് ഇതിൽ ഓപ്ഷൻ എ ആണ് ആൻസർ കേട്ടോ. ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഡേവിസ് കപ്പ് ടെന്നീസാണ്, പ്രുഡൻഷ്യൽ കപ്പ് ക്രിക്കറ്റാണ്, അതേപോലെ തന്നെ സുൽത്താൻ അസ്ലാൻ ഷാ കപ്പ് ഏതാണ്? ഹോക്കിയാണ്. വാക്കർ കപ്പ് ഗോൾഫാണ്. ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. ചെറുകഥ, ഇന്നലെ ഇന്ന്, പാശ്ചാത്യ സാഹിത്യ ദർശനം, മനുഷ്യ നീ മണ്ണാകുന്നു, കൊടുങ്കാറ്റും കൊച്ചുവള്ളവും. ഇവയിൽ എം അച്യുതൻ്റെ കൃതികൾ ഏവ എന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതാണ്? 1ഉം 2ഉമാണ് കേട്ടോ. ഓപ്ഷൻ ഡി. ചെറുകഥ, ഇന്നലെ ഇന്ന്, പാശ്ചാത്യ സാഹിത്യ ദർശനം. ഇതാണ് കേട്ടോ. 50ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ കൃഷ്ണൻകുട്ടി എന്ന മലയാള ചലച്ചിത്രത്തിൻ്റെ സംവിധായകൻ ആരാണ്? കൃഷ്ണൻകുട്ടി TV ചന്ദ്രനാണ് കേട്ടോ. മൂന്നാമതാണ് ആൻസർ. മൂന്നാമത്തത് ഓപ്ഷൻ സി ആണ് ആൻസർ.